ബറാഅത്ത് രാവിൽ ഓതിയിരിക്കേണ്ട 3 യാസീനുകളെ കുറിച്ചാണ് ഇന്ന് നമ്മുടെ ചർച്ച. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മറക്കരുത്, ഈ രാവിലാണ് നമ്മുടെ ഒരു വർഷത്തേക്കുള്ള ഖളാഉകൾ അള്ളാഹു തീരുമാനിക്കുന്നത്, നടപ്പിലാക്കുന്നത് ലൈലത്തുൽ ഖദറിന്റെ രാവിലും. അള്ളാഹു മഹാനായ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കയ്യിലേക്ക് ഏട് കൊടുത്തിട്ട് ഈ ഏടിലുള്ള ആളുകളെ നീ പിടിക്കുക എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുന്ന രാവാണ് ശഅബാൻ 15ന്റെ രാവ്. 3 യാസീനുകൾ മറക്കാതെ ഓതാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒന്നാമത്തെ യാസീൻ നമ്മുടെ ആയുസ്സിൽ ബർക്കത്തുണ്ടാകാൻ വേണ്ടിയിട്ട്, നമ്മുടെ മരണം പെട്ടെന്നാകാതിരിക്കാൻ വേണ്ടിയിട്ട്. സ്വന്തം മരണത്തിന്റെ കാര്യമാണ്, അതുപോലെ നമ്മോട് ബന്ധപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ടും ഓതാൻ വേണ്ടി ശ്രമിക്കുക. രണ്ടാമത്തെ യാസീൻ ഭക്ഷണത്തിൽ ബർക്കത്തുണ്ടാകാനും പരീക്ഷണങ്ങൾ നീങ്ങാനും വേണ്ടിയിട്ട്. ഈ യാസീൻ ഓതുന്നതിന്റെ ഇടയിൽ ദുന്യവിയായ ഒരു ചർച്ചയും പാടില്ല, മറ്റൊരു പരിപാടിയും പാടില്ല. ഈ 3 യാസീനുകൾ തുടർച്ചയായി ഓതാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ രണ്ടാമത്തെ യാസീൻ ഭക്ഷണത്തിൽ വിശാലത ലഭിക്കാനും അതുപോലെ പരീക്ഷണങ്ങൾ നീങ്ങിക്കിട്ടാനും വേണ്ടിയിട്ട്. മൂന്നാമത്തെ യാസീൻ നല്ല മരണത്തിന് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ അന്ത്യം നന്നാകാൻ വേണ്ടിയിട്ട്, നമ്മുടെ ആഖിബത്ത് നന്നാകാൻ വേണ്ടിയിട്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 3 യാസീനാണ്, കുറഞ്ഞൊരു സമയം മതി. ഈ 3 യാസീനുകൾ ഓതാതിരിക്കരുത് മുഅ്മിനീങ്ങളെ. കാരണം നമ്മുടെ ജീവിതത്തിന്റെയും അതുപോലെ നമ്മോട് ബന്ധപ്പെട്ടവരുടെ ജീവിതത്തിന്റെയും കാര്യമാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.